അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങ് അറേബ്യയിൽ ഫർസാന കുഞ്ഞിനെ താലോലിച്ചു കൊണ്ടിരിക്കുകയാണ്. പഠിച്ചോനെ, ഇത്രക്കും സുന്ദരനായ ഒരു കുഞ്ഞിനെയല്ലോ പടച്ചറബ് എനിക്ക് തന്നിട്ടുള്ളത്. സെയ്ഫ് അറബിയുടെ കൊട്ടാരത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഒരിക്കൽ പോലും തനിക്ക് ഒരു കുഞ്ഞ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകില്ല എന്നാണ് സെയ്ഫ് വിചാരിച്ചിരുന്നത്. പക്ഷേ തൻ്റേതല്ലാത്ത കുഞ്ഞായാൽ കൂടിയിട്ട് ആ കൊട്ടാരത്തിൽ ഒരു കുഞ്ഞ് പിറന്ന ആ ഒരു സന്തോഷം വളരെയധികം ആഘോഷമാക്കുകയാണ് അവർ. പക്ഷേ സെയ്തൂൻ ബീവി അതൊന്നും അറിയുന്നേയില്ല. സെയ്തൂൻ ബീവി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണ് എന്നതാണ് പറയുന്നത്. അവർ വിശ്വസിക്കുന്നതും അതുതന്നെയാണ്. അല്ലാതെ ഒരിക്കൽ പോലും ഫർസാന ആദ്യം ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യമൊന്നും സെയ്തൂൻ ബീവി അറിയുന്നേയില്ല. അതല്പം മറച്ചു വച്ചിരിക്കുകയാണ് ഫർസാനയും സെയ്ഫുദ്ദീൻ അറബിയും. പക്ഷേ പഠിച്ചോനെ, ഞാൻ ചെയ്യണത് തെറ്റാണല്ലോ. ഞാൻ എൻ്റെ ഭാര്യയെ ഇതുവരെയിട്ടും യഥാർത്ഥങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നാണ് വിചാരിക്കുന്നത്. അല്ലാ, നീ പുറത്തു തരണേ. പക്ഷേ ഞാൻ ഇതൊരിക്കലും ഇതെൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ആ മാനസികാവസ്ഥ അത് എന്തായിരിക്കും? വേണ്ട, അവളുടെ സന്തോഷം ഒരിക്കൽ പോലും ഇല്ലാതാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സെയ്തൂൻ ബീവിയുടെ നിർബന്ധപ്രകാരം ഇടയ്ക്കിടെ ഫർസാനയുടെ റൂമിലേക്ക് പോകൽ നിർബന്ധമായി കഴിഞ്ഞു. പക്ഷെ കുഞ്ഞിനെ എടുക്കും, താലോലിക്കും എന്നല്ലാതെ ഫർസാനയുമായി ബന്ധമൊന്നും അദ്ദേഹം പുലർത്തിയിരുന്നില്ല. അത് തികച്ചും തെറ്റാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ സെയ്തൂൻ ബീവി പറയുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോരും. അപ്പോഴെല്ലാം സെയ്തൂൻ ബീവി പറയും, അല്ല, എന്താ ഒരുമിച്ച് ഉമ്മക്കും ഉപ്പക്കും കുഞ്ഞിൻ്റെ കൂടെ ഒന്ന് കിടന്നൂടെ? അതിനൊന്നും ആഗ്രഹമല്ലേ? കുഞ്ഞിനെ നടുവിൽ കിടത്തിയിട്ട് എന്താ? എനിക്കതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ അത് സെയ്തൂൻ ബീവിയുടെയും സെയ്ഫ് അറബിയുടെയും ഇടയിൽ കുഞ്ഞിനെ കിടത്തി അവർ കളിപ്പിക്കും. അത് സെയ്തൂൻ ബീവിക്ക് വലിയ ഇഷ്ടവുമാണ്. യാ സെയ്ഫ്, എന്തടി? പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോഴേ പെട്ടെന്ന് എടുത്തു വരാണ്ട കേട്ടോ. അവിടെ കിടന്നോണ്ട് ഫർസാനയുടെയും നിങ്ങളുടെ ഇടയിൽ കിടന്ന കുഞ്ഞ് കളിക്കട്ടെ, വളരട്ടെ. കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രസവിച്ച ഉമ്മയായിരിക്കുമല്ലോ, അല്ലാതെ പ്രസവിക്കാത്ത ഉമ്മയല്ലല്ലോ. സെയ്തൂൻ ബീവി കണ്ണുകൾ തുടക്കും. അപ്പോഴെല്ലാം അദ്ദേഹം പറയും, എന്താ പെണ്ണേ ഇത്? അത് നമ്മുടെ കുഞ്ഞാണ്. അവളുടെ കുഞ്ഞ്, നിൻ്റെ കുഞ്ഞ് അങ്ങനെയല്ല, നമ്മുടെ കുഞ്ഞ്. നീ പറഞ്ഞിട്ടല്ലേ പെണ്ണേ ഞാൻ അവളെ വിവാഹം കഴിച്ചത്? സെയ്ഫ്, അതെല്ലാം അറിയാം. എങ്കിലും ഇനി എന്തിനെ കരയുന്നത്? നിനക്ക് ഇഷ്ടം പോലെ കുഞ്ഞിനെ കളിപ്പിക്കുവാനോ? പക്ഷേ അവളുടേതാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് പേടിയാവുന്നു. ആഹാ, അങ്ങനെ കൊണ്ടുപോകില്ലല്ലോ, അതൊരിക്കലുമില്ല. ഉപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടത്തിനല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് അന്യമതസ്ഥൻ്റെ കൂടെ ചാടിപ്പോയി അതിൽ ഉണ്ടായ കുഞ്ഞാണിതെന്നറിഞ്ഞാൽ ഒരു പക്ഷേ അവൾ എന്തൊക്കെ തന്നെയായാലും വേണ്ട, അതൊക്കെ എന്തിനാ ആലോചിക്കുന്നത്, പറയുന്നത്? എന്തൊക്കെ തന്നെയായാലും കുഞ്ഞ് സുന്നത്ത് കർമ്മം ചെയ്തപ്പോൾ മുസ്ലിം കുട്ടിയായി മാറി. അതെ, ഇസ്ലാമിക കുഞ്ഞായി മാറി. പിന്നെ അതിനെ പഴയതിനേക്ക് ഒരിക്കലും വലിച്ചിഴക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം വല്ലാതെ പറയാറുമില്ല അതിനെക്കുറിച്ചൊന്നും. എന്തായാലും കുഞ്ഞിൻ്റെ ആ ഒരു ശേലാകർമ്മം ചെയ്ത സ്ഥലം ഏറെക്കുറെ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും സെയ്തൂൻ ബീവിക്ക് അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. എൻ്റെ റബ്ബേ, സെയ്ഫ്, നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ഈ കൊട്ടാരത്തിലെ രാജാവാക്കണം അല്ലേ? അത് പിന്നെ നമ്മുടെ മകനാകുമ്പോൾ ഇവിടുത്തെ രാജാവാകാതിരിക്കുമോ പെണ്ണേ? ഇതും ഇതിനുള്ളിലുള്ളതും എല്ലാം അവനുള്ളതല്ലേ? അതെ, നമുക്കൊരു അവകാശം ഉണ്ടായല്ലോ, അത് മതി, വേറൊന്നും വേണ്ട അല്ലേ? കുഞ്ഞ് കരയുവാൻ തുടങ്ങി. സെയ്ഫ്, എനിക്ക് ഒരാഗ്രഹം. എന്താ പെണ്ണേ? എനിക്ക് കുഞ്ഞിന് പാലൂട്ടാൻ ആഗ്രഹമുണ്ട് സെയ്ഫ്. ബെസ്റ്റ്. എന്താടി, നിനക്ക് പാലുണ്ടോ അതിന്? ഇല്ല. എങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ സെയ്തൂൻ ബീവിയുടെ ആ ഒരു ആഗ്രഹം ഒന്നിനുമല്ല, കുഞ്ഞിൻ്റെ വായിലേക്ക് അമ്മിഞ്ഞ വെച്ച് കൊടുക്കുവാൻ അവൾക്ക് ആഗ്രഹം വരികയാണ്. അത്രക്കും മനസ്സിലുള്ള ആ ഒരു മോഹം കൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാവാൻ എനിക്ക് സാധിച്ചില്ല. കുഞ്ഞിന് പാലൂട്ടാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ വെറുതെയെങ്കിലും ഒന്ന് കുഞ്ഞിന് പാല് കൊടുക്കാൻ സെയ്തൂൻ ബീവിക്ക് കൊതിയാവുകയാണ്.
സെയ്ഫിനോട് കാര്യം പറഞ്ഞപ്പോൾ സെയ്ഫ് പറഞ്ഞു, അത് വേണ്ട മോളെ, അങ്ങനെയൊന്നും ചെയ്യണ്ട. പാല് കൊടുക്കാൻ കുഞ്ഞിന് അവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ പാലുള്ള ഒരു ഉമ്മ. നമുക്ക് ഈ കുഞ്ഞിനെ നന്നായിട്ട് അങ്ങോട്ട് വളർത്താം, അതായിരിക്കും നല്ലത്. പാല് കൊടുക്കാൻ അവളെടുത്ത് കൊണ്ടുപോകാം. ചുരുക്കി പറഞ്ഞാൽ ഏറെക്കുറെ സമയവും ഇത് സെയ്ത്തുൻ ബിയുടെ അടുക്കൽ തന്നെയാണ് കുഞ്ഞുള്ളത്. പാല് കൊടുക്കുവാൻ കരയുമ്പോൾ, പാല് കുടിക്കാൻ കരയുമ്പോൾ സെയ്ത്തുൻ ബിവി കുഞ്ഞിനെയും കൊണ്ട് പോകും. കുഞ്ഞ് വയറ് നിറച്ച് പാല് കുടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവൾ കൊണ്ടുപോകും. ഫർസാന, മോൾക്ക് വിഷമമുണ്ടോ ഞാനിങ്ങനെ എടുക്കുന്നതിൽ? ഇല്ലെത്താ, നമ്മളുടെയൊക്കെ കുഞ്ഞല്ലേ. അങ്ങനെയായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. ഫർസാന കരുതിയിരുന്നു, പഠിച്ചോനെ, ഒരിക്കൽ പോലും ആ കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഭയന്നിരുന്നു. എനിക്കാണെങ്കിൽ കുഞ്ഞിനെ നശിപ്പിക്കുവാനും പേടിയായിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ, എൻ്റെ കുട്ടി പിറന്നത് നല്ലൊരു രാജകൊട്ടാരം പോലുള്ള വലിയ അറബ് വീട്ടിലാണ്. എൻ്റെ കുട്ടിയുടെ ഒരു ഭാഗ്യം. ഇപ്പോഴിതാ എൻ്റെ കുട്ടി മുഅ്മിനായി മാറിക്കഴിഞ്ഞു. അല്ലാഹുവേ, നീ എത്ര കാരുണ്യവാനാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ കണ്ടാൽ ഒരിക്കലും തോന്നില്ല ആ കുഞ്ഞിൻ്റെ മട്ടും ഭാവവും എല്ലാം തന്നെ തികച്ചും വ്യത്യസ്തമാണ്. ശരിക്കും നല്ലൊരു ഉന്നത കുലത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ പോലെ തന്നെ ഉണ്ട് കണ്ടാൽ. ഒരിക്കലും അതൊരു രാജേഷിൻ്റെ കുഞ്ഞാണ് എന്നുള്ള ഒരു മുഖഷേപ്പോ കാര്യങ്ങളോ ഒന്നും അതിനില്ല. ശരിക്കും ഒരു അറബിക് ലുക്കിലുള്ള ഒരു പൊന്നു മോനാണ് താൻ പ്രസവിച്ചത്. എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രം. അല്ലെങ്കിൽ ഇപ്പോൾ എന്തായി തീരും? അള്ളാഹുവേ, നീ കാത്തു. എന്നാൽ ഈ സമയം ഫർസാനയ്ക്ക് നാട്ടിലേക്ക് പോകുവാനും പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും അനിയത്തിമാരെയും ഒക്കെ കാണുവാനുള്ള ആഗ്രഹം മനസ്സിൽ പെരുത്തുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഉമ്മയും ഉപ്പയും കാണണം. പക്ഷേ കുഞ്ഞിനെയും കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതാരുടെ കുഞ്ഞാണെന്ന്. പിന്നീട് വീണ്ടും ഞാൻ പുറത്ത് പോകേണ്ട ഒരവസ്ഥയായിരിക്കും. സമാധാനം കിട്ടില്ല. എന്ത് ചെയ്യും? തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അത് എങ്ങനെയെങ്കിലും ബീവിയെ അറിയിക്കണം എന്നതാ നമ്മുടെ ഫർസാന വിചാരിക്കുകയാണ്. പക്ഷേ കുഞ്ഞിനെ വിട്ടു പോകുന്നത് ആലോചിക്കുമ്പോൾ അതിലേറെ സങ്കടം. കുഞ്ഞിനെ അതാ സെയ്ത്തുൻ ബീവി പാല് കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുതരുമ്പോൾ കുഞ്ഞിൻ്റെ ആ ഒരു കളിയും ചിരിയും എല്ലാം അത് കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. എന്തെന്നറിയില്ല, വളരെ ചെറുതാണ് എങ്കിലും കുഞ്ഞിനെ കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. പഠിച്ച റബ്ബേ, ഈ കുഞ്ഞിനെ വിട്ട് ഞാൻ എങ്ങനെ പോവാനാ? പലപ്പോഴും ഫർസാന കരയും തൻ്റെ കുഞ്ഞിനെ വിട്ട് പോകുന്നത് ആലോചിച്ച്. എന്നാൽ എങ്ങനെയെങ്കിലും ഈ കാര്യം ബീവിയോട് പറയണമെന്ന് അതാ അവൾ വിചാരിക്കുകയാണ്. ഉമ്മയെയും ഉപ്പയെയും കൂടപ്പിറപ്പുകളെയും കാണുവാനുള്ള അതിയായ ആഗ്രഹം അവളുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് ഉണ്ടായി തുടങ്ങി. ഉപ്പയുടെയും ഉമ്മയുടെയും കാല് പിടിച്ച് മാപ്പ് പറയണം. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, ഇവൾക്ക് തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിൽ ഞാൻ വീഴില്ല. അത് അത്രക്കും ഞാൻ അനുഭവിച്ചും കഴിഞ്ഞു. എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് പുറത്തു തരണം എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. പക്ഷേ കുഞ്ഞിനെയും കൊണ്ട് ഞാനങ്ങ് ചെന്നാൽ അവർ ചോദിക്കും ഇതാരുടെ കുഞ്ഞാണെന്ന്. പിന്നെ അതിനുത്തരം പറയേണ്ടി വരും. അഥവാ അങ്ങനെ ആയാൽ തന്നെ മാത്രമല്ല, അത് അവിടെ അപ്പുറത്ത് രാജേഷ് അവനെങ്ങാനും അതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അതുമാത്രമല്ല, എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കോടതിയിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് എൻ്റെ കുഞ്ഞിനെ എങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ റബ്ബേ വേണ്ട, സുരക്ഷിതമായെടുത്ത് എൻ്റെ കുഞ്ഞ് വളരട്ടെ. അതായിരുന്നു ഫർസാനയുടെ ആഗ്രഹം. എന്നാൽ തൻ്റെ ഈ കാര്യം ബീവിയോട് കാര്യങ്ങളെല്ലാം ഒന്ന് പറയണം. കുഞ്ഞ് പാല് നന്നായി കുടിക്കുന്നുണ്ട്, കുറേശ്ശെ പാൽപ്പൊടി കലക്കി കൊടുക്കുവാനെങ്കിലും ആവശ്യപ്പെടണം. അന്ന് സെയ്ത്തൂൻ ബീവി അതാ കുഞ്ഞിനെയും കൊണ്ട്, ഫർസാന, കുഞ്ഞിനും അമ്മിഞ്ഞ കൊടുക്കണ്ടേ? എവിടെ എൻ്റെ കുട്ടിയുടെ പാപ്പ കുടിക്കണ്ടേ? സ്നേഹത്തോടെ തൻ്റെ പൊന്നുമോനെ മടിയിലേക്ക് അവൾ വെച്ച് തരുമ്പോൾ നല്ല വയറ് നിറച്ച് കുടിച്ചോട്ടോ പൊന്നുമോനെ. കുഞ്ഞിൻ്റെ തലയിൽ ബീവി അങ്ങനെ തലോടും. എനിക്കത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. റബ്ബേ, പഠിച്ചോനെ, അറിയാതെ കേട്ടോ, ഒന്നും അറിയില്ല. സെയ്ഫിൻ്റെ കുഞ്ഞാണെന്ന് കരുതിയിട്ടാണ് അവൾ അത്രക്കും സ്നേഹത്തോടെ അതിനെ നോക്കുന്നത്. എന്നാൽ ഈ സമയം അതാ ഫർസാന ഒരു കാര്യം പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സെയ്ത്തൂൻ ബീവി, എന്താ മോളെ, എന്താ എൻ്റെ കുട്ടിക്ക് ദാഹിക്കുണ്ടോ? പിന്നെ പാല് കുടിക്കുമ്പോൾ ദാഹിക്കും ചിലർക്കൊക്കെ, അത് കണ്ണീറിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത്. എന്നാലും വെള്ളത നല്ല ശുദ്ധജലമുണ്ട്, നല്ലോണം കുടിച്ചുകൊണ്ടിട്ടോ. വെള്ളം കുടിക്കും, പാല് കുടിക്കുമ്പോഴൊക്കെ ദാഹിക്കുമ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക. ഓക്കെ ബേബി. എന്താ പാല് കുറച്ച് പാല് കുറവോ? അതോ ഈത്തപ്പഴം പാലൊക്കെ ജ്യൂസ് അടിച്ച്
രണ്ടു നേരം കുടിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, നീ കുടിക്കാറില്ലേ സെർവൻ്റ് കൊണ്ടു തരുമ്പോൾ? ആ ഉണ്ട്. ആ അതൊക്കെ പാല് വർദ്ധിക്കണ കാര്യങ്ങൾ തന്നെയല്ലേ, അതൊക്കെ നല്ലോണം കുടിക്കാൻ കേട്ടോ. ബീവി, നമുക്ക് ഇനി കുഞ്ഞിന് കുറച്ച് പാൽപ്പൊടി കൊടുത്തു തുടങ്ങിയാലോ? ഫർസാനയുടെ ആ വാക്ക് കേട്ട് ബീവി ശരിക്കും ഞെട്ടി. എന്താ മോളെ ഫർസാന നീ പറയുന്നത്? ഇത്രക്കും നല്ല ഫ്രഷ് അമ്മിഞ്ഞ പാലുണ്ടായിട്ട് പാൽപ്പൊടി കൊടുക്കേ? അത് അത് പല ഐറ്റംസിലുള്ള കുട്ടികൾക്കുള്ള ലാക്ടോജൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെയെങ്കിലും കൊടുത്താലോ? എൻ്റെ പൊന്നു മോള്, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ കഴിയുന്നത് മുലപ്പാൽ തന്നെ കൊടുക്കണമെന്ന്. കുഞ്ഞിന് വേറെ ഫുഡ് കൊടുക്കാനൊന്നും ജെയ്ത്തൂൻ ബേബിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മോളെ 6 മാസമെങ്കിലും മുലപ്പാൽ മാത്രം കുടിക്കണം എന്നാണ്. ഇതിപ്പോൾ അത്രയൊന്നും ആയില്ലല്ലോ. എന്താ ഫർസാന മോളി പറയുന്നത്? അത് ബീവി, പാല് കുറവുണ്ടോ നോക്കട്ടെ. അവൾ അതാ ഫർസാനയുടെ അരികിലേക്ക് ഇരിക്കുന്നു. ഇല്ലല്ലോ, കുഞ്ഞ് പാല് നന്നായി കുടിക്കുന്നുണ്ടല്ലോ, കണ്ടില്ലേ കുഞ്ഞിറക്കുന്ന ആ ശബ്ദം കേൾക്കുന്നു. ഉണ്ട്, പാലൊക്കെ ഉണ്ട്. പിന്നെന്താ മോൾ അങ്ങനെ ആവശ്യപ്പെട്ടത്? നിനക്കെന്താ മടുത്തു പോയോ? അല്ല, അങ്ങനെയല്ല. പിന്നെന്താ, കുഞ്ഞിന് ഇപ്പോൾ തന്നെ പുറത്തുള്ള ഫുഡ് കൊടുക്കണോ മോളെ? മോൾക്ക് അമ്മിഞ്ഞപ്പാലുണ്ടാകുമ്പോൾ 6 മാസം വരെ ഇത് തന്നെയല്ലേ നല്ലത്. മോള് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. അപ്പോൾ തന്നെ ജെയ്ത്തൂൻ ബേബി പോയി സെർവൻറ്റിനോട് സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നു. ദാ മോളെ ഇത് കഴിക്കുക. നല്ല അജ്വ ഈത്തപ്പഴവും നല്ല കട്ടിയുള്ള പാലും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് കുടിക്കുക. നല്ല സ്നേഹത്തോടു കൂടി ഫർസാനയെ അതാ കുടിപ്പിക്കുന്നു. ഞാൻ കുടിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. കുഞ്ഞിനെ മാഷാ അല്ലാ, നമ്മുടെ കുഞ്ഞിപ്പോൾ നല്ലോണം തടിച്ചു കൊഴുത്ത് ഉഷാറായി വന്നിട്ടുണ്ടല്ലേ. എന്ത് ഭംഗിയാണ് മോളെ കാണാൻ. അതൊക്കെ നീ പാലിൽ നല്ല, നമ്മുടെ ഉമ്മമാർക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. അവർ കൊണ്ടുവരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നല്ല വിശ്വസ്തയോടെ കൂടെ മാത്രം കേട്ടോ. ഞാൻ പ്രത്യേകമായി പറഞ്ഞതാണ് ഫർസാനക്കുള്ള ഫുഡ് നല്ല ഫ്രഷ് ആയിരിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഫ്രഷാണ് ഇവിടെ ഓൾറെഡി, പക്ഷേ അങ്ങനെയല്ല, ഒന്നുകൂടെ വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് നല്ല രീതിയിൽ തിക്നെസ് ആയിട്ടുള്ള ഈത്തപ്പഴം, മിൽക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിച്ച ഇലക്കറികൾ, അത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പാലുണ്ടാകും എന്നാണല്ലോ. അതുകൊണ്ട് മോളതൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ. കാൽസ്യം, പ്രോട്ടീന് അങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചെങ്കിൽ മാത്രം നമ്മുടെ കുഞ്ഞ് നന്നാവുള്ളൂ. അപ്പോൾ മാഷാ അല്ലാ കുഞ്ഞ് കണ്ടില്ലേ. പിന്നെ ഇനി പാൽപ്പൊടിയൊക്കെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ മോളെ അത് ഉമ്മയുടെ അടുക്കൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫുഡിൻ്റെ പോഷകമൊന്നും ഉണ്ടാവില്ല. മോൾക്ക് എന്തെങ്കിലും അനുഭവപ്പെടാറുണ്ടോ സ്ഥലങ്ങൾക്ക്? ഉണ്ട്. അത് എനിക്ക് 2 ഭാഗവും നല്ല രീതിയിൽ വേദന വരാറുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞിന് പാലൂട്ടുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും. അങ്ങനെ പാല് നിറഞ്ഞിട്ടാണ്, അതാണ് നല്ല ലക്ഷണം. കുഞ്ഞ് കരയുമ്പോൾ വരും സ്ഥലങ്ങളിൽ വേദന അനുഭവപ്പെടുന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് പരിചയമില്ലല്ലോ. അതെ ജെയ്ത്തൂൻ ബീവി, ശരിക്കും അങ്ങനെ കുഞ്ഞ് കരയുമ്പോൾ തന്നെ ഇവിടെ വേദന തുടങ്ങും. ശരിക്കും പാല് കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ്. മാഷാ അല്ലാ, പടച്ച റബ്ബ് എത്ര ഞാമത്താണല്ലേ കരുതി വെച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും. സത്യം പറഞ്ഞാൽ ജെയ്ത്തൂൻ ബേബി കരഞ്ഞു പോവുകയാണ് അവളുടെ ഓരോ സംസാരം കേൾക്കുമ്പോൾ. പാല് കൊടുക്ക്. കുഞ്ഞ് അതാ പാലുകൂടി നിർത്തി ജെയ്ത്തൂൻ ബേബിയുടെ മുഖത്ത് നോക്കി ചിരിക്കുവാൻ തുടങ്ങി. കൊച്ചു കള്ള, വയറ് നിറഞ്ഞപ്പോൾ ചിരിക്കുക അല്ലേ? വിശന്ന വേഗം കരയും. എനിക്ക് വേണ്ട, ഇങ്ങനത്തെ കുട്ടികളൊന്നും എനിക്ക് വേണ്ട കേട്ടോ. എന്താണെന്നറിയില്ല, കുഞ്ഞ് ബേബിയുടെ മുഖത്ത് നോക്കി തന്നെ വല്ലാതെ പുഞ്ചിരിക്കുന്നു. അത് കണ്ട് ഫർസാനയും കുട്ടിയുടെ ഉമ്മയെ വേണ്ട, പോറ്റുമ്മയെ മതിയെന്നാണ് തോന്നുന്നത്. എടി പെണ്ണെ, പാല് കൊടുക്കാൻ മാത്രമല്ല നീ, ബാക്കിയൊക്കെ ഞാനല്ലേ ചെയ്യുന്നത്. എന്നാലും എൻ്റെ ഫർസാന മോള് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചല്ലോ. ഫർസാനയുടെ നെറുകിൽ ജെയ്ത്തൂൻ ബീവി ചുംബിക്കുന്നു. സത്യം പറഞ്ഞാൽ ഫർസാനക്കത് വല്ലാത്തൊരു ഫീലായി മാറി. പഠിച്ചോനെ, ഒരു അറബിച്ചി, അതും ഉന്നത കുലത്തിൽപ്പെട്ട ഇവർ, നല്ല രീതിയിൽ സാമ്പത്തിക ശേഷിയും വലിയ സമ്പത്തുമുള്ള ഇവർ പാവപ്പെട്ട എന്നെ ഇത്രമാത്രം സ്നേഹിക്കുക എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഭാഗ്യം. എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കും. അവൾ അതോർത്തു. ഉമ്മയും ഉപ്പയും കാണണം. ഉമ്മയെ ആ കണ്ണീരുകൾ ഇനി കണ്ണുകളിൽ കണ്ണുനീര് ഇനി വരാൻ പാടില്ല. എനിക്കെൻ്റെ ഉമ്മയും ഉപ്പയും കാണണം സന്തോഷത്തോടെ.
എന്നാൽ ഈ സമയം അതാ അറബി ഫർസാനെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത്. കാരണം ഇവിടെ പ്രയാസമാണ്. കുഞ്ഞുകൂടി ഉണ്ടായപ്പോഴേ അവളെ വിടാൻ എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിൻ്റെ ആ ഒരു കളിയും ചിരിയും കൊഞ്ചലും അറബിയുടെ അടുത്തേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു പുഞ്ചിരിയും എല്ലാം കണ്ടപ്പോൾ കുഞ്ഞ് തൻ്റേത് മാത്രമാണെന്ന് തോന്നിപ്പോവുകയാണ് സെയ്ഫ് അറബിക്ക്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഫർസാനെ വിവാഹം കഴിക്കണം. ഇനിയും വെച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ല. ഗർഭകാലം കഴിഞ്ഞു, അവൾ പ്രസവിച്ചു കഴിഞ്ഞു. പക്ഷെ പാവം എൻ്റെ ബേബി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഇനി ആരും അറിയാതെ 3-4 സാക്ഷികളെയും കൊണ്ട് പെട്ടെന്ന് നിക്കാഹ് കഴിച്ച് അവളെ അങ്ങ് സ്വന്തമാക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഫർസാനയുടെ ഈ കാര്യത്തെക്കുറിച്ച് അറബി പിന്നീടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഫർസാനക്ക് തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കാണുവാനുള്ള ആഗ്രഹത്തിലാണ് അവളിപ്പോൾ. ബീവിയോട് ഒരു പ്രാവശ്യം കൂടി കുഞ്ഞിനെ വേറെ പാല് കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നു. ബീവി, നമുക്ക് കുപ്പിപ്പാൽ കൊടുത്താലോ ഇനി കുഞ്ഞിനെ? പൊന്നു മോളെ, അതിൻ്റെ ചുണ്ട് വേദന ആവില്ലേ അതൊക്കെ കുടിക്കുമ്പോൾ? അല്ല, അങ്ങനെ എത്ര കുട്ടികളുണ്ട് ഉമ്മയില്ലാത്ത? അപ്പോൾ ഉമ്മയില്ലാത്തയോ? ഈ 2 ഉമ്മമാരുണ്ടായിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ പെണ്ണെ? അല്ല, അത് എനിക്ക് എന്താ പറയൂ ബീവി, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അതിന് സമ്മതിക്കോ? കാര്യം എന്താ മോളെ നീ പറയുന്നത്? എനിക്കൊന്ന് നാട്ടിൽ പോകണം, എനിക്കെൻ്റെ ഉമ്മയും ഉപ്പയും കാണണം. അത് കേട്ടപ്പോൾ സെയ്ത്തുൻ ബീവി കരഞ്ഞു പോയി. മോളെ, നീ പോയാൽ ഇനി നീ തിരിച്ചു വരുമോ? തീർച്ചയായും ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെത്തിയിരിക്കും സത്യമായിട്ടും. മോളെ, സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ അത് വല്ലാത്തൊരു ടെൻഷനായി മാറി. കുഞ്ഞിനെ വാരിയെടുത്ത് സെയ്ത്തുൻ ബീവി ചുംബിക്കുന്നു. ഉമ്മാനെ വിട്ട് കുഞ്ഞ് പോവരുത്. ഫർസാന മോളെ, അവർ നമുക്ക് ഇങ്ങോട്ട് വരുത്താം, എന്നാലും മോള് പോവല്ലേ. കുഞ്ഞിനെ കാണാതെ എനിക്കിരിക്കാൻ കഴിയില്ലടി സത്യമായിട്ടും. സെയ്ത്തുൻ ബീവി കരയുകയാണ്. അല്ലെങ്കിലും കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന കാര്യത്തിൽ അവൾക്ക് ടെൻഷനുണ്ടായിരുന്നു. കൊണ്ടുപോയാൽ അവരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയും? അതുകൊണ്ട് തന്നെ സെയ്ത്തുൻ ബീവിയോട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറയണം. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ സെയ്ത്തുൻ ബീവി വിഷമിക്കും. കാരണം പാല് കുടിക്കുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിനെ വിട്ട് ഞാൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സമാധാനമുണ്ടാവില്ല എനിക്കും ബീവിക്കും. പിന്നെ എന്തിനാപ്പോൾ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. എന്തൊക്കെ തന്നെയായാലും അതാ കുഞ്ഞിൻ്റെ കാര്യം, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുന്നില്ല, ഇവിടെ ഏൽപ്പിച്ചു പോവുകയാണെന്നുള്ള കാര്യം പറയുവാൻ വേണ്ടിയിട്ട് ഫർസാന ഒരുങ്ങുകയാണ്. കാരണം തൻ്റെ കുഞ്ഞിൻ്റെ സേഫ്റ്റി മാത്രമാണ് അവിടെ ലക്ഷ്യമാക്കുന്നത്. നാട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ രാജേഷ് എങ്ങാനും അതറിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ തട്ടിമാറ്റി കൊണ്ടുപോകും എന്ന് മാത്രമല്ല, കുഞ്ഞിനെ ഇല്ലാതാക്കാനും അവൻ മടിക്കില്ല. അത്രക്കും നീചനാണ്. എൻ്റെ കുഞ്ഞിനെ ആദ്യമേ എനിക്ക് ഗുളിക തന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പാവം ആ അമ്മയുണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അവർ ആ ഒരു ഗുളിക വലിച്ചെറിയുകയായിരുന്നു ചെയ്തത്. പിന്നെ എന്നെ രക്ഷപ്പെടുത്തുമായിരുന്നു. ഒരു പക്ഷേ രാജേഷിൻ്റെ കയ്യിലെങ്ങാനും എൻ്റെ കുഞ്ഞെങ്ങാനും പെട്ടുകഴിഞ്ഞാൽ, അവൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് എന്നെ എടുത്തു കഴിഞ്ഞാൽ റബ്ബെ എറിഞ്ഞു കൊല്ലും, അതുറപ്പുണ്ട്. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കുഞ്ഞിൻ്റെ സേഫ്റ്റി മാത്രമാണ് റബ്ബെ എനിക്ക് ലക്ഷ്യം. പക്ഷേ എൻ്റെ ഉമ്മയും ഉപ്പയും അതും കാണണം. ഞാൻ എന്താ ചെയ്യുക? ഫർസാന സങ്കടപ്പെട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് അതാ ചോദിക്കുന്നു. ഫർസാന മോളെ, എന്തു പറ്റി? നിനക്കെന്തൊരു മൂഡ് ഓഫ്? അള്ളാഹു നമുക്ക് ഒരു കുഞ്ഞിനെയൊക്കെ നൽകി, എന്നിട്ട് ഇപ്പോഴെന്താ? ഒന്നുമില്ല, വീട്ടിൽ ഉമ്മയും ഉപ്പയും കാണാൻ കൊതിയാകുന്നതാണ്. ഞാൻ ഒന്ന് പോട്ടെ. മോള് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ആരാ? ശരിക്കും പറഞ്ഞാൽ സെയ്ത്തുൻ ബീവിക്ക് അത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ള കാര്യം മാത്രം അവൾ അപ്പോഴൊന്നും പറഞ്ഞില്ല. ആ രാത്രി സെയ്ഫ് വന്ന് നേരെ അതാ ബീവിയുടെ റൂമിലേക്ക് കടന്നു. സെയ്ത്തൂൻ, ആ എന്താ, കുഞ്ഞിനെ കാണാൻ പോവണ്ടേ? പോകാം. പിന്നെ ഫർസാന പറയുന്നുണ്ട് അവൾ അവളുടെ വീട്ടിലേക്കൊന്ന് പോട്ടെ എന്നൊക്കെ. ഒരു നിമിഷം അറബി ഞെട്ടിപ്പോയി. അറബിക്ക് യഥാർത്ഥ സത്യങ്ങളെല്ലാം അറിയുമല്ലോ. അവളിപ്പോൾ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഭാവി അപകടത്തിലാകും. അതുകൊണ്ട് തന്നെ സെയ്ഫ് അറബിക്ക് അതൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. സെയ്ത്തുൻ ബീവിയോട് ചോദിക്കുന്നു, ഫർസാന ഇപ്പോഴെന്താ നാട്ടിൽ പോകുന്നത്? ആ കുഞ്ഞിനെയും കൊണ്ട്? അത് ഉമ്മ ഉപ്പയുള്ളതല്ലേ,
അതുകൊണ്ട് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തൽക്കാലം അവൾ പോകണ്ട. സത്യം പറഞ്ഞാൽ സെയ്ഫ് അറബിക്ക് അവളും കുഞ്ഞും പോകുന്നത് ഒരിക്കലും ഓർക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. എന്താണെന്നറിയില്ല, ആ കുഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സെയ്ഫ് അറബിയുടെയും സെയ്ത്തൂൻ ബീവിയുടെയും ഹൃദയത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കുഞ്ഞിനെ കൊടുക്കുക അത് പ്രയാസമായിരുന്നു. സെയ്ത്തൂൻ, നീ ചെന്ന് പറഞ്ഞേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന്. എന്താ സെയ്ഫ് അങ്ങ് ഇത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത്? ഇങ്ങനെയല്ലായിരുന്നല്ലോ. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ടെന്ന് പറയണം. അല്ലാതെ സെയ്ഫ്, നിങ്ങളുടെ ഭാര്യയാണത്. എനിക്കുള്ള അതേ സ്ഥാനമാണ് അവൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവളോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. ഞാൻ ദേഷ്യപ്പെട്ടതല്ല, ഈ കാര്യത്തിൽ എനിക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയി പറ്റൂ. ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകണ്ട. സെയ്ഫ്, എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അവളുടെ മാതാപിതാക്കൾ, അവരെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുത്തെന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ? സെയ്ഫ്, അത് ഒരു പക്ഷേ അവൾ അറിയില്ല. അവൾ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടാവില്ല കുഞ്ഞുള്ള കാര്യം. അപ്പം എന്താ ചെയ്യുക? ആ, അതങ്ങനെ ഒരു വിഷയമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ സെയ്ഫ് അറബിക്ക് കാര്യങ്ങൾ ഏറെക്കുറെ അറിയുമായിരുന്നെങ്കിലും കുഞ്ഞിനെയും കൊണ്ട് അവൾ പോകുകയാണ് എന്നറിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമാണ് വന്നത്. അദ്ദേഹം മാറി നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തൊത്തി. എന്നാൽ സെയ്ത്തൂൻ ബീവി അത് കാണുന്നുണ്ടായിരുന്നു. സെയ്ഫിന് സങ്കടമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ഞാൻ ഫർസാനയോട് പറഞ്ഞ് മനസ്സിലാക്കാം. തൽക്കാലം ഇപ്പോൾ പോകണ്ട എന്നുള്ളത് കേട്ടോ. സെയ്ത്തൂൻ, നീ പറഞ്ഞേക്ക്. എനിക്ക് ആ കുഞ്ഞില്ലാതെ എനിക്കും കഴിയില്ലടി. സത്യമായിട്ടും അർബ, സത്യമായിട്ടും ആ കുഞ്ഞില്ലാതെ. അപ്പോൾ തന്നെ സെയ്ഫ് അറബിയും സെയ്ത്തൂൻ ബീവിയും നേരിയത് ഫർസാനയുടെ റൂമിലേക്ക് കടക്കുന്നു. ഫർസാൻ, ഫർസാനയുടെ റൂമിൻ്റെ വാതിൽ തുറന്നു. മാഷാ അല്ലാ, കുഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ ബെഡിൽ കിടക്കുകയാണ്. സെയ്ത്തൂൻ ബീവി കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു. ഉമ്മച്ചിൻ്റെ കുട്ടി ഉമ്മച്ചിയെ വിട്ട് പോവരുത് കേട്ടോ. ഒരുപാട് അവൾ ചുംബിച്ചു. സെയ്ഫ് അറബിയും അതിനെ എടുത്തു. അതിനെ താലോലിച്ചു. സത്യം പറഞ്ഞാൽ അതെല്ലാം കണ്ടുകൊണ്ട് അതാ ഫർസാനയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഇവരെല്ലാവരുമുണ്ട്. പക്ഷേ എനിക്ക് നാട്ടിൽ പോകാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ കുഞ്ഞില്ലാതെ പോകുന്ന രംഗം ആലോചിക്കാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ വയറ്റിൽ വളർന്ന, ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ, അവനില്ലാതെ പോവുകയെന്ന് വെച്ചാൽ അതും വല്ലാത്ത വേദന. അവനെയും കൊണ്ട് പോയാലോ അതിലേറെ ബുദ്ധിമുട്ട്. എന്താ റബ്ബേ ഞാൻ ചെയ്യാം? ഫർസാനയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ അപ്പോഴേക്കും സെയ്ത്തൂൻ ബീവിയും അറബിയും കുഞ്ഞിനെയും കൊണ്ട് പോയിരുന്നു. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. കുഞ്ഞിനെയും കൊണ്ട് എടുത്തു വരാൻ പാടില്ലല്ലോ. നിങ്ങൾ നേരെ അങ്ങോട്ടല്ലേ പോകേണ്ടത്. കുഞ്ഞിനെയും അവളെയും വെച്ച് കുഞ്ഞിനെ നിങ്ങളുടെ ഇടയിൽ വെച്ച് കളിപ്പിക്കേണ്ടതല്ലേ. ഇത് ശരിയല്ല കേട്ടോ. സെയ്ത്തൂൻ ബീവി ഇടയ്ക്കിടെ ആ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. കാരണം ഫർസാനയോട് കൂടുതൽ അറബി അടുക്കാത്തത് കൊണ്ട് സെയ്ത്തൂൻ ബീവിക്ക് അത് വല്ലാത്തൊരു പ്രയാസമുണ്ടാക്കിയിരുന്നു. എടി പെണ്ണേ, അതൊക്കെ ഇൻഷാ അല്ലാ പതുക്കെ അടുക്കണം. ഇൻഷാ അല്ലാ. ഇപ്പോൾ കൊച്ചു കുഞ്ഞല്ലേ, അതുകൊണ്ടാണ്. ഇതൊരു ഭാഗ്യമല്ലേ, ചെറിയ ഈ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കാന്ന് വെച്ചാൽ ഭാഗ്യമല്ലേ. ആ, ഭാഗ്യമൊക്കെ തന്നെയാണ്, ശരിയാണ്. പിന്നെന്താ സെയ്ഫ് പോകാത്തത്? അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഞാൻ പോകുന്നുണ്ടല്ലോ പെണ്ണേ, ഞാൻ പോകുന്നുണ്ട്, കുഞ്ഞിനെ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നീ കാണുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും അടുപ്പം കുറച്ച് കുറവാണ്. ഇത്ര പോരാ, കുറച്ചുകൂടി വേണം. ഒന്നുമില്ലെങ്കിൽ ഈ ഒരു പൊന്നുമോനെ തന്ന ഉമ്മയല്ലേ, ഇക്ക നല്ല ഇതിൽ സ്നേഹിക്കേണ്ടതല്ലേ. അതിനെ സെയ്ത്തൂൻ ബീവി നിർബന്ധിക്കുകയാണ് ഫർസാനയുടെ അടുക്കലേക്ക് പോകുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഫർസാന ഈ ഒരു വിവരം, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്ന വിവരം സെയ്ഫ് അറബിയോട് തുറന്നു പറയുമോ? കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല, ഞാൻ തനിച്ച് പോയിട്ട് വരാം ഉമ്മയും ഉപ്പയും കണ്ടുകൊണ്ട്. പക്ഷെ കുഞ്ഞിനെ ഇവിടെ തനിച്ചാക്കി പോകുന്നത് ആലോചിക്കുമ്പോൾ അതും ആലോചിക്കുവാൻ കഴിയുന്നില്ല. ഫർസാന പൊട്ടിക്കരയുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.